ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അങ്ങനെ ഇഞ്ചോടിഞ്ച് വാശിയേറിയ മത്സരമൊക്കെ 11 ആഴ്ചയിലോട്ട് എത്തിയിരിക്കുമ്പോൾ 10 പേരാണ് ഹൗസിൽ ബാക്കി നിൽക്കുന്നത്. അതിൽ 6 പേര് ഈ ആഴ്ച നോമിനേഷനിൽ വന്നപ്പോൾ ബുധനാഴ്ച രാവിലെ വരെയുള്ള വോട്ടിംഗ് റിസൾട്ടുകൾ പരിശോധിക്കുമ്പോൾ ആരൊക്കെയാണ് വോട്ടിംഗ് തകർച്ചകളുള്ളതെന്നും വോട്ടിങ്ങിന് വമ്പൻ അട്ടിമറികൾ നടത്തി മുന്നിട്ട് നിൽക്കുന്നതെന്നും ആരൊക്കെ പുറത്താകാൻ സാധ്യതയുണ്ടെന്നൊക്കെ നമുക്ക് വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റിസൾട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. 6 പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റിൽ നിന്നും ശക്തരായിട്ടുള്ള മത്സരാർത്ഥികളായിട്ടുള്ള നമ്മുടെ അനീഷേട്ടനും അനുമോൾ അടക്കമുള്ളവർ ഈ ആഴ്ച ഇല്ലാത്ത വോട്ടിങ്ങിന് വലിയൊരു കുറവാണ്. 1ാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുക ഷാനവാസിക്കാനെ തന്നെയാണ്. ഷാനവാസിക്കനെ അട്ടിമറിക്കാൻ ആർക്കും ഇപ്പോഴൊന്നും സാധിക്കുന്നില്ല. വലിയൊരു വോട്ടിങ്ങിന്റെ ബലത്തോടുകൂടി തന്നെ ഷാനവാസിക്ക് 1ാം സ്ഥാനം കെട്ടിപ്പടുക്കുകയാണ്. 39,741 വോട്ടുകൾ സ്വന്തമാക്കാൻ ഷാനവാസിക്ക് സാധിക്കുമ്പോൾ 2ാം സ്ഥാനത്ത് മാറ്റമില്ലാതെ നൂറ നിൽക്കുകയാണ്. ക്യൂട്ട്നെസ് വാരി വിത്തറി പ്രേക്ഷകരെ കൈയടക്കുന്ന നൂറയ്ക്ക് നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. അനുമോളുടെ സപ്പോർട്ടാണോ അതിനാണ് സപ്പോർട്ടാണോ എന്ന് അറിയത്തില്ല. 37,832 വോട്ടുകളുമായിട്ട് 2ാം സ്ഥാനം നിലനിർത്തുമ്പോൾ 3ാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ആര്യനെ തന്നെയാണ്. ആര്യന് അത്യാവശ്യം നല്ല രീതിയിൽ വോട്ടുകളൊക്കെ സ്വന്തമാക്കി ഈ ആഴ്ച ബിഗ് ബോസിൽ തുടരുന്ന് ഉറപ്പിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. 34,657 വോട്ടുകളാണ് അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾ പരിശോധിക്കുമ്പോൾ ആര്യനെ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. 4ാം സ്ഥാനത്ത് വീണ്ടും ഇത് അക്ബർ മുന്നിട്ട് നിൽക്കുകയാണ്. അക്ബറിന് ആര്യനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നേരിയ വോട്ടിംഗ് തകർച്ച ഉണ്ടെങ്കിലും വരും മണിക്കൂറിൽ ഒരുപക്ഷെ ആര്യനെ പോലും അട്ടിമറിച്ച് മുന്നേറാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. 31,065 വോട്ടുകളുമായിട്ടാണ് ആര്യൻ നിൽക്കുന്നത്. നിലവിൽ നമുക്ക് 5ാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്ന ഈ ഒരു മണിക്കൂറിൽ നെവിനെയാണ് കേട്ടോ. നെവിന് അത്യാവശ്യം വോട്ടൊക്കെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ സേഫ് എന്ന് പറയാൻ സാധിക്കത്തില്ല. 28,968 വോട്ടുകൾ മാത്രമാണ് നമ്മുടെ നെവിൻ ഇതിനോടൊപ്പം തന്നെ സ്വന്തമാക്കി. ഒരുപക്ഷെ ബിഗ് ബോസ് തുടരാതിരിക്കാനും സാധ്യതകൾ കാണുമ്പോൾ നിലവിൽ 6ാം സ്ഥാനത്ത് ലക്ഷ്മിയാണ്. 27,894 വോട്ടുകൾ മാത്രമാണ് ലക്ഷ്മിക്ക് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. ലക്ഷ്മിക്ക് വലിയൊരു വോട്ടിംഗ് തകർച്ച തന്നെ നേരിടുന്ന ഒരു കാഴ്ചയാണ് നിലവിലെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ഒരു മണിക്കൂർ ലക്ഷ്മി അട്ടിമറികൾ നടത്തുമെന്നും പറയാൻ സാധിക്കത്തില്ല. ഇനിയാണ് നിർണായകമായിട്ട് മാറാൻ പോകുന്നത്. അധിക ദിവസമൊന്നും ഇനിയില്ല, 3 ആഴ്ചകൾ കൂടിയുള്ളൂ. അതുകൊണ്ട് തന്നെ എവിക്റ്റ് ആയി പോകാൻ ഒന്നിലധികം ആൾക്കാർ സാധ്യതയുള്ളപ്പോൾ ലക്ഷ്മി നെബിനുമാണ് ഡേഞ്ചർ സോണുള്ളത്. കാത്തിരിക്കാൻ നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂർ ഇവർക്ക് അട്ടിമറികൾ നടത്താൻ സാധിക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടി റഫി ആയിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ മാറ്റങ്ങളും സംഭവിക്കാം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ഒരിക്കലും അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകളുടെ അടിസ്ഥാനത്തിലാകരുത്. അവരാണ് മികച്ച ഗെയിം എന്ന് നോക്കി മാത്രം നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ പരിപാടിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ഒരു സീസണിൽ ആര് കപ്പടിക്കണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് എന്ന് കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക.